കേരളത്തിലെ ക്യാമ്പസുകൾ SFIയുടെ അതിപ്രസരം കാരണം അരാജകത്വത്തിലേക്കും അതോടൊപ്പം തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നു പറഞ്ഞാൽ ലൈംഗിക വൈകൃതങ്ങളുടെ പോലും കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഇന്ന് ക്യാമ്പസുകളിൽ സുലഭമായിട്ട് ലഭിക്കുന്നു. ഞാനിവിടെ SFIയുടെ സംസ്ഥാന സമിതി അംഗമാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹ പാനലിസ്റ്റ്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, തിരുവനന്തപുരത്താണ് ഞാനിപ്പോൾ ചർച്ചയിലിരിക്കുന്നത്. നിങ്ങളോടൊപ്പം SFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലിരുന്ന ശിവപ്രസാദ് എന്ന് പറയുന്ന SFIക്കാരനെ MDMAയോടുകൂടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്ന് അയാൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ SFIയുടെ ഒരു സംസ്ഥാന സമിതി അംഗം MDMAയുമായിട്ട് പിടിക്കപ്പെടുന്ന, അതോടൊപ്പം തന്നെ SFIയുടെയും DYFIയുടെയും സംസ്ഥാന നേതാക്കന്മാർ, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടികളെ ആക്രമിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇതുപോലെ വിചാരണ ചെയ്ത് ആക്രമണം നടത്തിയതിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെട്ട് ഒളിവിൽ കഴിയുന്നു എന്ന് പോലീസ് തന്നെ, കേരള പോലീസ് തന്നെ എഴുതി വച്ചിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയുള്ള SFI, നിങ്ങളുടെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MP-യുമായിരിക്കുന്ന AA റഹീം ഉൾപ്പെടെയുള്ളവർ വനിതാ അധ്യാപികയെ അതിക്രൂരമായിട്ട് സമരാഭാസത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ച അനുഭവമുള്ള, അങ്ങനെ എണ്ണി പറഞ്ഞാൽ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും നികൃഷ്ടമായ മ്ലേച്ഛമായ സംസ്കാരമുള്ള ഒരു വിദ്യാർത്ഥിക്കോ കലാലയ സംസ്കാരത്തിനോ ഒരിക്കലും യോജിക്കാത്ത അധമവാസനകളുടെ വിദ്യാർത്ഥി സംഘടനയായിട്ട് SFI കേരളത്തിൽ അധപ്പതിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ പ്രബുദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ക്യാമ്പസുകളിൽ നിന്ന്, JNU ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ നിന്ന്, ഡൽഹി ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ നിന്ന് SFIയെ തൂത്തുവാരി ദൂരേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്പ ആശ്വാസകരമാണ്. ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ അധികാരത്തിൻ്റെ തണലിലാണ് SFI ഇത്തരത്തിലുള്ള അരാജകത്വ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള കോളേജുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ ഒരു പ്രിൻസിപ്പൽ അതിനുശേഷം അവരെ കൊണ്ട് അത് തിരുത്തിപ്പിച്ചു. പക്ഷേ ആ പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യം നമ്മളുടെ കേരളം ഒരു ഞെട്ടലോടുകൂടിയാണ് ഒരു കാലത്ത് കേട്ടത് എന്ന് മാധുവിന് ഓർമ്മയുണ്ടാകും. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ 6:15 ഈ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ ശ്രീ സുരേഷ് ഗോപി MP-യോടൊപ്പം പോയിരുന്നു. അവിടെ പോകുന്ന സമയത്ത് ആ അമ്മ പറയുന്നത് കേട്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ പൊട്ടിക്കരയുന്ന അവസ്ഥയിലായിരുന്നു. എന്താണെന്നറിയോ, ഈ കൊലയാളികൾ, SFIയുടെ സഖാക്കന്മാരായിട്ടുള്ള കൊലയാളികൾ 2 ദിവസം ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ആ അമ്മ ഈ കൊലയാളികൾക്ക് അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് നൽകിയിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ്റെ അച്ഛനും ഉൾപ്പെടെയുള്ളവർ ഈ കൊലയാളി സംഘത്തെ SFIയുടെ യൂണിയൻ ചെയർമാനും ജനറൽ സെക്രട്ടറിയും SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഈ കൊലയാളി സംഘത്തെ തിരുവനന്തപുരം മുഴുവൻ തന്നെ സൈറ്റ് സീയിങ്ങിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ആ വീട്ടിൽ വന്ന് ആ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ച കാബാലിക സംഘമാണ് SFI എന്ന് പറയുന്ന ഒരു ബാനറിൻ്റെയും ഒരു കൊടിയുടെയും അഹങ്കാരത്തിൽ അതേ സഹപാഠിയെ അരുംകൊല ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അമ്മയെ കൊണ്ട് അത് പറയിപ്പിക്കുമ്പോൾ ആ അച്ഛൻ പറയുന്നു, എൻ്റെ മകനെ കൊന്നതും പോലെ കൊന്നിട്ട് തിന്നുകയാണ് ഈ സഖാക്കന്മാരെന്ന് പറഞ്ഞു. ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇവർ അരാജകത്വത്തെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് ആ വീടിൻ്റെ മുമ്പിൽ SFIക്കാർ വെച്ച ഫ്ലക്സ് ബോർഡ്. ആ വീടിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് ഞങ്ങളുടെ സഖാവാണ് SFI, ഞങ്ങളുടെ സഖാവാണ് എന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തെ അവഹേളിക്കാനും അപമാനിക്കാനും കൂടുതൽ ഇവിടെ ആ 18-ാം തീയതി ഇവർ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ ശേഷം, ഇന്ന് അവിടുത്തെ അച്ഛനും അമ്മയും പറയുന്ന വാക്കാണ് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ ശേഷം, ആ സിദ്ധാർത്ഥിന്റെ ശവശരീരത്തിനെതിരെ ഒരു SFIക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ കൊണ്ട് ശവശരീരത്തിനെതിരെ കള്ളപ്പരാതി കൊടുപ്പിച്ച നീചവർഗത്തിൻ്റെ പേരും SFI എന്നാണ് കേരളത്തിൽ. അതുകൊണ്ട് ഈ SFI എന്ന് പറയുന്നത് ഒരു ലക്ഷണമൊത്ത തീവ്രവാദ സാമൂഹ്യ വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിന് ഇതിലപ്പുറം എന്തെങ്കിലും ഉദാഹരണം ഈ കേരളത്തിൽ ആവശ്യമുണ്ടോ? അതാണ് BJPക്ക് ചോദിക്കാനുള്ളത്.